ബഹുമാനപ്പെട്ട എന്റെ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. കുറെ നേരമായി എന്റെ കൂട്ടുകാർ ഇതിന് മുകളിൽ കയറി വലിയ വലിയ ആറ്റമോമൽ പൊട്ടിക്കുന്നു. അപ്പോൾ ചെറിയൊരു ഓലപ്പടക്കമെങ്കിലും പൊട്ടിക്കണമെന്ന് കരുതി. അങ്ങനെയാണ് ഞാൻ ഈ സ്റ്റേജിലേക്ക് കയറിയത്. ഞാനൊരു കഥ പറഞ്ഞുതരാം. അബ്ദുള്ള ബിൻ ഖുവാഫ എന്നൊരു സഹാബിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കാനൊന്നും വഴിയില്ല, കാരണം നമുക്ക് സഹാബാക്കളുടെ പേര് പഠിക്കാൻ സമയമില്ലല്ലോ. ഇപ്പോഴത്തെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആരാന്ന് വെച്ചാൽ അവനെന്നല്ല പറയാ, അവന്റെ അപ്പൂപ്പന്റെ പേര് നമ്മൾ പറയും. നഊദു ബില്ലാഹ്. കൂട്ടുകാരെ, നമ്മൾക്കെല്ലാവർക്കും സുപരിചിതമായ ഇസ്ലാമിലെ ഒന്നാമത്തെ കാര്യം അബൂബക്കറോട് യഥാർത്ഥ പേര് ചോദിച്ചാൽ നമ്മൾ പറയുമോ? ഇല്ല അല്ലേ? കാരണം നമുക്ക് സഹാബാക്കളുടെ പേര് പഠിക്കാനോ വായിക്കാനോ എവിടെയാ സമയം? നിങ്ങൾക്കറിയാമോ, അദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ള ബിൻ ഖുവാഫ എന്നായിരുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പറ്റി ഒരു സംഭവം പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നുവെങ്കിൽ അതിനെന്തുമാത്രം കയമ്പുണ്ടോന്ന് അള്ളാഹു മാത്രം അറിയും. എന്നാൽ അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് വലിയ സ്നേഹമായിരുന്നു. മക്കയിൽ നിന്ന് അള്ളാഹുവിന്റെ കൽപ്പപ്രകാരം മദീനയിലേക്ക് ഹിജറ പോയ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ? അന്നു മുതലാണ് ഇസ്ലാമിലെ കലണ്ടറുകൾ തുടങ്ങിയത്. ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടായിരുന്നത് അബൂബക്കറായിരുന്നു. എന്തു പറയാൻ, അള്ളാഹു തൗഫീഖ് അല്ലാത്തത്. സൗർ എന്ന ഗുഹയിൽ വിശ്രമിക്കേണ്ട സാഹചര്യം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അകത്തേക്ക് കയറാൻ പോയപ്പോൾ അബൂബക്കർ പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, ഞാൻ ആദ്യം കയറാം, ചിലപ്പോൾ അതിൽ പൊത്തുകളോ പാമ്പുകളോ കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം മൂളി. അബൂബക്കർ അകത്തേക്ക് കയറി. അപ്പൊ അവിടെ ഒരുപാട് പൊത്തുകൾ. അബൂബക്കർ എന്ത് ചെയ്തറിയാമോ? കയ്യിലുണ്ടായിരുന്ന തുണി കഷ്ണം കീറി പൊത്തുകളെല്ലാം അടച്ചു. പക്ഷെ ഒരു പ്രശ്നം, കയ്യിലുണ്ടായ തുണി കഷ്ണം തീർന്നു പോയി, ഒരു പൊത്ത് മാത്രം ബാക്കിയായി. അബൂബക്കർ എന്ത് തരാമോ? അവിടെ ഇരുന്ന് കാൽ നീട്ടി വെച്ച് തള്ളവിൽ കൊണ്ട് പൊത്തടച്ചു പിടിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അകത്തേക്ക് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അകത്തേക്ക് വന്ന് എന്നിട്ട് അബൂബക്കറുകളെ മടിയിൽ തല വെച്ച് കിടന്നു. ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. അപ്പോഴാണ് സംഭവിച്ചത്, ആ പൊത്തിനുള്ളിൽ ഒരു ഉഗ്രവിഷവും ഒരു പാമ്പുണ്ടായിരുന്നു. ആ പാമ്പ് അബൂബക്കറുടെ കാലിൽ കൊത്തി വേദന കടിച്ചു പിടിച്ചു. വേദന കഠിനമായപ്പോൾ അബൂബക്കറുടെ കണ്ണിൽ നിന്ന് കണ്ണീരുറ്റി. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തേക്ക് വീണു, ഞെട്ടി പറഞ്ഞു. എന്നിട്ട് തന്റെ സ്നേഹിതരെ വെച്ചു, എന്തു പറ്റിയ അബൂബക്കറെ? അബൂബക്കർ കാര്യം പറഞ്ഞു. കാര്യം മനസ്സിലായ തങ്ങളുടെ ഉമ്മനീർ കാലിൽ പുരട്ടി. അത്ഭുതം, മഹാ അത്ഭുതം. ഉടനെ ഭേദമായി. അങ്ങനെ രണ്ടുപേരും ഹിജറ തുടർന്നു. നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാകാം സഹാബികൾക്ക് നബിയോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും മറ്റു ജനങ്ങളെക്കാളും എന്നെ സ്നേഹിക്കുന്നത് ഒരാരും മുഅ്മിനാവുകയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ചെറിയ കഥ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്കിലും കമന്റിലും ഒതുങ്ങാതെ ഇതിനെ ഗുണപാഠം സ്വീകരിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്.